ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് ഒരു ചിക്കൻ ലോലിപോപ്പാണ്. ഇത് ശരിക്കും ഒരു ചൈനീസ് ഡിഷാണ്. നമ്മളൊരു കേരള സ്റ്റൈലിൽ കുറച്ച് ട്വിസ്റ്റൊക്കെ വരുത്തിയാണ് ചെയ്യുന്നത്. നമ്മളൊരു പാർട്ടി നടത്തുകയാണെങ്കിലൊക്കെ ഒരു സ്റ്റാർട്ടറായിട്ട് കൊടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. പിന്നെ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഡിഷാണ് ചിക്കൻ ലോലിപോപ്പ്. അപ്പോൾ നമുക്ക് ചിക്കൻ ലോലിപോപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചിക്കൻ്റെ വിങ്സ് ആണ് വാങ്ങിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ലെഗ് കിട്ടുമെങ്കിൽ അതായാലും വാങ്ങിയാൽ മതി. എന്നിട്ട് അതിൻ്റെ മീറ്റ് അതിന് ബോൺ എടുത്ത് മാറ്റിയതിന് ശേഷം മീറ്റ് താഴത്തേക്ക് റോൾ ചെയ്ത് വെക്കണം, ലോലിപോപ്പിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, കുറച്ച് നാരങ്ങ നീര്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ, ഇതെല്ലാം കൂടി ഇട്ട് തിരുമ്മി ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ മാരിനേഷൻ ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഇപ്പോൾ മാറിനേറ്റ് ചെയ്തെടുത്ത ചിക്കനകത്തേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു 2 ടേബിൾ സ്പൂൺ മൈദ. നിങ്ങൾ കോൺഫ്ലവർ മാത്രം വേണമെങ്കിലും ചേർത്തുണ്ടാക്കാം. പക്ഷേ ഞാൻ ഇച്ചിരി മൈദയോടെ ചേർത്ത് നല്ല ബോണ്ടിങ് കിട്ടാൻ വേണ്ടി അതിനകത്തേക്ക് 2 എഗ്ഗ്, പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് 1 കിലോ ചിക്കന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ആ ഓയിലൊരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഈ നമ്മൾ എടുത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് വറുത്തെടുക്കുക. ഒരു 5 മുതൽ 6 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ വിങ്സ് ഒക്കെ ആണെങ്കിൽ നല്ലോണം ക്രിസ്പി ആയി കിട്ടും. നല്ലോണം ക്രിസ്പി ആകുന്നവരെ വറുത്തെടുക്കുക. ഈ ഇങ്ങനെ എടുക്കുന്നത് തന്നെ നമുക്കൊരു കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ നമുക്ക് സ്റ്റാർട്ടറായിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം നമ്മുടെ ചിക്കൻ വറുത്ത് കോരി മാറ്റി വെച്ചു. അതിനുശേഷം ആ വറക്കാൻ ഉപയോഗിച്ച എണ്ണയെ തന്നെ കുറച്ച് എണ്ണ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഗാർലിക്ക് നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഗാർലിക്ക്. ഇനി ചെയ്യാവുന്ന എല്ലാം നമ്മൾ ചെയ്യുന്നത് നല്ല ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇതൊരു ചൈനീസ് ഡിഷ് ആയതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യണം. നല്ല ചൂടിൽ ജിഞ്ചറും ഗാർലിക്കും നന്നായിട്ട് ചോപ്പ് ചെയ്ത ജിഞ്ചറും ഗാർലിക്കും അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാവുന്ന നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറേ സ്പ്രിംഗ് ഓണിയൻ്റെ മുകൾ ഭാഗം, സ്പ്രിംഗ് ഓണിയൻ നമ്മൾ വാങ്ങുകയാണ് കിട്ടുന്നതിൻ്റെ ടോപ്പ് ബിറ്റ് കണ്ടിച്ചത്. നമ്മളൊരു ബഞ്ച് വാങ്ങിക്കുകയാണെങ്കിൽ ടോപ്പ് ബിറ്റാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. ടോപ്പ് ബിറ്റ് ഇട്ട് അതും കൂട്ടി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 2-3 മിനിറ്റ് ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ സോസ് ചേർക്കുന്നതിന് മുമ്പ് ശകലം ഉപ്പിടുക. അതാദ്യമേ ഉപ്പിടരുത്. ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ടുള്ള സ്പ്രിംഗ് ഓണിയനൊക്കെ അങ്ങ് സോഗിയായി പോകും. അതിനുശേഷം കുറച്ച് ചില്ലി സോസ്, കുറച്ച് സോയാ സോസ്, ഡാർക്ക് സോയാ സോസ് ഒഴിക്കുകയാണെങ്കിൽ നല്ല കളർ കിട്ടും. കുറച്ച് ഡാർക്ക് സോയാ സോസ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ കച്ചപ്പ് ഉപയോഗിക്കാം. ഞാനിവിടെ ടൊമാറ്റോ കച്ചപ്പ് ഉപയോഗിക്കുന്നില്ല. ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കുക. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടാക്കുക. അങ്ങനെ ചൂടായി വരുന്നതിനകത്തേക്ക് നമ്മൾ വറുത്ത് കോരി വച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് പുരട്ടിയെടുക്കുക.
ഏകദേശം 1 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ അതിൻ്റെ പുറത്തേക്കിട്ട് ഗാർണിഷ് ചെയ്തെടുക്കുക. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണ ഒരു ഡിഷ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.